പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ ധന്യമായ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് രാത്രികാലം ദൈവസന്നിധിയിൽ നമുക്ക് ഒരുമിച്ചായിരിക്കാൻ കർത്താവ് ഒരുക്കിയ നല്ല കൃപകളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഫെയ്ത്ത് ലൈറ്റ് മീഡിയയിൽ കൂടി എന്നെ ശ്രദ്ധിക്കുന്ന, തിരുവചനത്തെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കുകയും മാനിക്കുകയും ചെയ്യട്ടെ. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾക്കായി താഴെ കാണുന്ന നമ്പറിൽ എന്നെ ബന്ധപ്പെടാവുന്നതാണ്. നിശ്ചയമായും നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ എന്ത് തന്നെ ആയാലും ഞാൻ പ്രാർത്ഥിക്കുവാൻ സന്നദ്ധനാണ് എന്നുള്ള കാര്യം ദൈവനാമത്തിൽ ഓർമ്മിപ്പിക്കുന്നു. ദൈവം എല്ലാവരെയും അവിടുന്ന് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. സർവൈശ്വര്യങ്ങളാലും നിറയ്ക്കുന്ന ദൈവത്തിൻ്റെ അതിമഹത്തായ പ്രവൃത്തിയും പ്രത്യാശയും ഇന്ന് രാത്രികാല ദൈവം അവിടുന്ന് വെളിപ്പെടുത്തി സ്വർഗം മാനിക്കട്ടെ എന്ന് രാത്രികാലം പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ചിന്ത എന്ന് പറയുന്നത് ദൈവത്തിന് കഴിയാത്ത വല്ല കാര്യവും ഉണ്ടോ എന്നുള്ളതാണ്. ഇന്ന് രാത്രികാലത്തെ ചിന്ത. ദൈവത്തിന് കഴിയാത്ത ഒരു കാര്യവും ഇല്ല എന്ന് തിരുവചനം പഠിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. നമ്മളൊക്കെ പലപ്പോഴും ചോദിക്കാറുണ്ട്, ദൈവത്തെ കൊണ്ട് ഇത് സാധിക്കുമോ, ദൈവം ഇത് ചെയ്യുമോ, ഇത് ഇത്ര വർഷമായതാണ്, ഇത്ര ആണ്ട് കഴിഞ്ഞതാണ്, പല വൈദ്യന്മാരെയും ആശ്രയിച്ച് നോക്കിയതാണ്, ഇതിനൊരു വിടുതൽ ഉണ്ടാകത്തില്ല എന്ന് നാം ചിന്തിക്കുമ്പോൾ തിരുവചനം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്: ദൈവത്തിന് കഴിയാത്ത വല്ല കാര്യവും ഉണ്ടോ? അപ്പൊ എല്ലാ കാര്യങ്ങളും ദൈവത്തിന് കഴിയും, മനുഷ്യർക്കൊരു പക്ഷേ കഴിഞ്ഞെന്ന് വരില്ല. അതുകൊണ്ടാണ് തിരുവചനം പഠിപ്പിക്കുമ്പോൾ കാണാൻ കഴിയുന്നത്, മനുഷ്യരിലെ ആശ്രയം ഭർത്താവാണ്, പ്രഭുക്കന്മാരിലെ ആശ്രയം ഭർത്താവാണ്, രാജാക്കന്മാരിലെ ആശ്രയം ഭർത്താവാണ്. തിരുവചനം ഇങ്ങനെ പഠിപ്പിക്കുന്ന, കുതിര എത്ര യുദ്ധത്തിന് ചമയിച്ചാലും ജയമോ ക്രിസ്തുവിന്റെ കരങ്ങളിൽ അത്രയും. അപ്പൊ ജയം പ്രാപിക്കണമെങ്കിൽ ക്രിസ്തുവിന്റെ സന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുക്കുന്ന വിഷയം എന്താണോ അത് ഏറിയ നാൾ കഴിഞ്ഞതാണെങ്കിലും ദൈവം അവിടുന്ന് പ്രവർത്തിക്കും എന്നാണ് തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് ചോദിക്കുന്നത്, ദൈവത്തിന് കഴിയാത്ത വല്ല കാര്യവും ഉണ്ടോ? ഒരു കാര്യവും ദൈവത്തിന് ചെയ്യാൻ കഴിയാത്തത് ഇല്ല. നമ്മുടെ മുമ്പിൽ അസാധ്യമെന്ന് നമ്മൾ ചിന്തിക്കുന്ന പലതും ദൈവത്തിന്റെ മുമ്പിൽ സാധ്യമാക്കി തരുന്ന ഒരു സർവശക്തനായ ദൈവത്തെയാണ് ഞാൻ നിങ്ങളും സേവിക്കുവാനിടയായിത്തീരുന്നത്. അതിനാധാരമായിട്ട് തിരുവചനം യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 32-ാം അധ്യായത്തിന്റെ 27-ാമത്തെ വാക്യം ഇങ്ങനെ പഠിപ്പിക്കുന്നുണ്ട്: ഞാൻ സകല ജഡത്തിൻ്റെയും ദൈവമായ യഹോവയാകുന്നു, എനിക്ക് കഴിയാത്ത വല്ല കാര്യവും ഉണ്ടോ? യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 32:27 വാക്യത്തിൽ ചോദിക്കുക, ഞാൻ സകല ജഡത്തിൻ്റെയും ദൈവമാകുന്നു, ഭൂമിയിൽ സൃഷ്ടിച്ചിരിക്കുന്ന സകല മാനവജാതികളുടെയും ദൈവമായി വേർതിരിക്കപ്പെട്ടിരിക്കുമ്പോൾ സർവശക്തന് കഴിയാത്ത ഒരു കാര്യവും ഇല്ല എന്ന് തിരുവചനം വ്യക്തമായി നമ്മെ പഠിപ്പിക്കുകയാണ്. പലപ്പോഴും നാം അസാധ്യമെന്ന് എണ്ണി മാറ്റുന്ന പല വിഷയങ്ങളെയും സർവശക്തനായ ദൈവം നൊടി നേരത്തിനുള്ളിൽ നമുക്ക് വിടുതൽ നൽകി തരുവാനിടയായി തീരും. ആ വചനത്തോട് ആധാരമായി മറ്റൊരു വാക്യത്തിൽ ഇങ്ങനെ കാണാൻ കഴിയുന്നുണ്ടാണ്. ലൂക്കോസ് സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 37-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്ന ഒരു കാര്യമുണ്ട്. അതിനെ പഠിച്ചു വരുമ്പോൾ ആ 7-ാം വാക്യം പഠിച്ചു വരുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം ഇങ്ങനെയാണ്: ദൈവത്തിനൊരു കാര്യവും അസാധ്യമല്ലല്ലോ എന്ന് ഉത്തരം പറഞ്ഞു. അതിനും അറിയാം, ഇതാ ഞാൻ കർത്താവിന്റെ ദാസി, നിന്റെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞു. ദൂതൻ അവളെ വിട്ടുപോയി. ഇവിടെ മറിയോട് കാര്യം പറയുമ്പോൾ മറിയ പറയുന്ന ഒരു കാര്യം, നിന്റെ ഹിതം പോലെ നടക്കട്ടെ. ചോദിക്കുന്ന ചോദ്യം, പുരുഷൻ തൊടാത്തൊരു സ്ത്രീ എങ്ങനെ ഗർഭം ധരിക്കും എന്ന് മറിയ ചോദിക്കുമ്പോൾ
ദൂതൻ പറയുന്ന ഒരു കാര്യമുണ്ട്. അതിന്റെ 36-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, എലിസബത്ത് വാർദ്ധക്യത്തിലൊരു മകനെ ഗർഭം ധരിച്ചിരിക്കുന്നു. എലിസബത്ത് വാർദ്ധക്യത്തിലൊരു മകനെ ഗർഭം ധരിച്ചിരിക്കുക. മച്ചി എന്ന് മുദ്രകുത്തിയവൾ വർഷങ്ങളും ആണ്ടുകളും കഴിഞ്ഞ തന്റെ യൗവന പ്രായം കഴിഞ്ഞ് വാർദ്ധക്യത്തിൽ വന്നു കഴിഞ്ഞ് സമൂഹം ഒന്നടങ്കം നടക്കത്തില്ല എന്ന് വിധിയെഴുതി മാറ്റിവെച്ച വിഷയം. സമൂഹം ഒന്നടങ്കം പറഞ്ഞു കാണും, ഭവനം ഒന്നടങ്കം പറഞ്ഞു കാണും, ചാർച്ചക്കാർ ഒന്നടങ്കം പറഞ്ഞു കാണും. ഇവളുടെ പ്രായം യൗവനം കഴിഞ്ഞുപോയി, ഇവൾ വാർദ്ധക്യത്തിലാണ്. മാത്രമല്ല, മച്ചി എന്ന് മുദ്രകുത്തപ്പെട്ടവൾ. മറിയയുടെ മുമ്പിൽ ദൂതൻ പറയാ, മച്ചി എന്ന് പറഞ്ഞവൾ ഇന്ന് 6-ാം മാസത്തിലായിരിക്കുകയാണ്. ഒരു യോഹന്നാനെ മച്ചി എന്ന് പറഞ്ഞവളുടെ ഉദരത്തിൽ, എലിസബത്തിന്റെ ഉദരത്തിൽ ഉരുവാകാൻ ദൈവം അവസരം കൊടുത്തു എങ്കിൽ, ഒരു ദൂത് ഇതിനോടനുബന്ധിച്ച് ഞാൻ പറയാം, നിന്റെ വിഷയം എത്ര പഴക്കം ചെന്നതാണെങ്കിലും, അത് വാർദ്ധക്യത്തിലായിപ്പോയതാണെങ്കിലും, ഇനി നടക്കത്തില്ല എന്ന് സമൂഹം പറയുന്ന വിഷയമാണെങ്കിലും, സർവശക്തനായ ദൈവം പറയുന്നു, ദൈവത്തെ കൊണ്ട് കഴിയാത്ത ഒരു കാര്യവുമില്ല. എലിസബത്തിന്റെ യൗവനം കഴിഞ്ഞു, ആമേൻ, മുറ നിന്നു, വാർദ്ധക്യത്തിലായി. പക്ഷെ ദൈവാത്മാവിന്റെ പദ്ധതി വാർദ്ധക്യത്തിലായ മച്ചി എന്ന് മുദ്രകുത്തപ്പെട്ടവളുടെ ഉള്ളിൽ ഒരു തലമുറയെ ജന്മം കൊടുക്കുക എന്നുള്ളത് ദൈവാത്മാവിന്റെ പദ്ധതിയാണ്. രാത്രികാലത്ത് ദൂത് വിളിച്ച് പറയാം, എല്ലാം പരാജയപ്പെട്ടു, വർഷങ്ങളായിപ്പോയി, ആമി വാർദ്ധക്യം പോലെ പഴകിപ്പോയ അവസ്ഥയാണ്. ആമീൻ, മച്ചി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ഒരു ആമീൻ തളിര് നാമ്പെടുക്കാൻ കഴിയാത്ത നിലവാരത്തിൽ, ആമീൻ, ആ വാർദ്ധക്യം കൊണ്ടും ആമീൻ ശാരീരികം കൊണ്ടും ബലഹീനപ്പെട്ടു പോയി, ഇനി ഒരു തളിരെടുക്കാൻ സാധ്യതയില്ല എന്ന പറഞ്ഞ മേഖലയിൽ സർവശക്തനായ ദൈവം അവിടെ പ്രവർത്തിക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ വിഷയം എത്ര പഴക്കമുള്ളതാണെങ്കിലും ഇനി ഒരിക്കലും നടക്കത്തില്ല എന്ന് സമൂഹം വിധിയെഴുതുന്ന വിഷയമാണെങ്കിലും, നമ്മൾ സ്വയമേ പറയുന്ന വിഷയമാണെങ്കിലും, എന്റെ മുറ നിന്നുപോയി, ഞാൻ വാർദ്ധക്യത്തിലായിപ്പോയി, ഞാൻ മച്ചിയായിപ്പോയി, ഇനി എന്നിൽ ഒരു പ്രവൃത്തി ഉണ്ടാകില്ല എന്ന് നമ്മൾ തന്നെ സ്വതവേ പറയുമ്പോൾ, സർവശക്തനായ ദൈവം പറയുന്നു, ദൈവത്തിന് അസാധ്യമായത് ഒന്നുമില്ല. മനുഷ്യനൊരു പക്ഷേ അസാധ്യമായിരിക്കാം. മറിയോട് പറയുന്നു, മറിയേ, നീ മച്ചി എന്ന് പറഞ്ഞ, സമൂഹം മച്ചി എന്ന് പറഞ്ഞ, ഇനി ഒരു തളിരിടത്തില്ല എന്ന് പറഞ്ഞ, ഇനി ഒരു വിടുതൽ ഉണ്ടാകത്തില്ല എന്ന് പറഞ്ഞ എലിസബത്തിന്റെ ജീവിതത്തിൽ ഇന്ന് 6-ാം മാസമാ. ആമീൻ, അവളുടെ ഉള്ളത്തിൽ ഒരു തലമുറ വെളിപ്പെടുവാനിടയായി തീർന്നു. ഇത് കേട്ട മറിയ പറയുക, നിന്റെ ഹിതം എന്നിൽ നിറവേറുവാനിടയായി തീരട്ടെ. അതാണ് 8-ാം വാക്യം പറയുന്നത്, ഞാൻ കർത്താവിന്റെ ദാസി, നിന്റെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞു. കർത്താവിന്റെ വാക്കിന് ചെവി കൊടുക്കുവാൻ ഒരു മറിയ പറഞ്ഞതുപോലെ, ആമേൻ, എത്ര പരാജയപ്പെട്ട വിഷയമാണെങ്കിലും, എത്ര ഒതുക്കപ്പെട്ട വിഷയമാണെങ്കിലും, നടക്കത്തില്ല എന്ന് പറയുന്ന വിഷയമാണെങ്കിലും, മറിയ പറഞ്ഞതുപോലെ, ഇതാ ഞാൻ കർത്താവിന്റെ ദാസിയാ, അപ്പാ ഞാൻ നിന്റെ ദാസിയാ, നിന്റെ ദാസനാ, നിന്റെ ഹിതം പോലെ എന്നിൽ നിറവേറുമാറാകണമേ എന്ന് ഇന്ന് രാത്രികാലം ഒന്ന് പ്രാർത്ഥിക്കാൻ നിങ്ങൾ തയ്യാറാണോ? നിങ്ങളുടെ വിഷയം എത്ര പഴക്കമുള്ളതാണെങ്കിലും, എത്ര നടക്കത്തില്ല എന്ന് പറയുന്ന വിഷയമാണെങ്കിലും, ആ വിഷയത്തിന്റെ മേൽ ദൈവം അത്ഭുതങ്ങളെ പ്രവർത്തിക്കുവാനിടയായി തീരും. ആ സർവശക്തനായ ദൈവത്തിന്റെ കരങ്ങളിൽ ഇന്ന് രാത്രികാലം നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ദൈവത്തിന് ഒരു കാര്യവും ആമേൻ അസാധ്യമല്ല. എല്ലാം ദൈവത്തിന് സാധ്യമായിരിക്കുന്ന കാര്യമാ. എന്റെ വിഷയം, ആമേൻ, നമ്മുടെ വിഷയം, അത് ചെറുതായിക്കോട്ടെ, അത് വലുതായിക്കോട്ടെ, രഹസ്യമായി പ്രാർത്ഥിക്കുന്ന വിഷയമായിക്കോട്ടെ, ആ വിഷയത്തിന്മേൽ സർവശക്തനായ ദൈവം അത്ഭുതങ്ങളെ പ്രവർത്തിക്കും. ദൈവത്തിനൊന്നും
ഒന്നും അസാധ്യമല്ല. ആമേ, സാധ്യമാക്കി തരുന്ന സർവശക്തനായ ദൈവത്തിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കാം. ഈ ചിന്തകളാൽ സർവശക്തനായ ദൈവം എല്ലാ പ്രിയപ്പെട്ടവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.